ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കുക. മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഡ്രൈവറും മേഘയും ഒക്കെ ചേർന്ന് എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ വെച്ചിട്ട് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ലക്ഷ്മി പറയാണ്, വെയിൽ തുടങ്ങി, ഭയങ്കര ചൂടായി അല്ലേ ഏട്ടാ? അതെ ലക്ഷ്മി, നമ്മൾ AC കാറിൽ പോകുന്നു. നമ്മൾ AC കാറിൽ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് വെയിലൊരു പ്രശ്നമേ അല്ല. പക്ഷേ ചെറിയ ചെറിയ കച്ചവടക്കാർ, സൈക്കിളിൽ പോകുന്നവർ, ബൈക്കിൽ പോകുന്നവർ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുക അല്ലേ? അതേ ഏട്ടാ എന്ന് പറയാം ലക്ഷ്മി. അപ്പോഴാണ് ചന്ദ്രികയും മലരും സൈക്കിളിൽ അവിടെ അതുവഴി പോകുന്നത് കാണുന്നത്. ചന്ദ്രിക സൈക്കിളിൽ പോകുന്ന സമയത്ത് ചന്ദ്രികയ്ക്ക് നന്നായിട്ട് വേർക്കുന്നുണ്ട്, വേർപ്പൊക്കെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നെറ്റിയൊക്കെ. അപ്പോൾ ലക്ഷ്മി കണ്ടിട്ട് പറയാണ്, ഏട്ടാ അങ്ങോട്ട് നോക്കിയേ, ചന്ദ്രികയും മലരും സൈക്കിളിൽ പോകുന്നു. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ഡ്രൈവർ, എന്താ സാർ, ചന്ദ്രികയും മലരും സൈക്കിളിൽ പോകുന്നത് കണ്ടില്ലേ, ആ ഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്ത്. ശരി സാർ, ഓക്കെ സാർ. ചന്ദ്രികയുടെ അരികിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അപ്പോൾ മഹേന്ദ്രൻ സാർ എണീച്ചിട്ട് പറയാണ്, ചന്ദ്രികയെ സാർ. അപ്പോൾ അതേപോലെ തന്നെ ലക്ഷ്മിയും എണീറ്റ് വന്ന് പറയാണ്, ചന്ദ്രികയെ നീ വെയിലത്ത് സൈക്കിൾ ഇവിടെയെങ്ങാനും വെച്ചിട്ട് നീയും മലരും വന്ന് ഞങ്ങളെ കാറിൽ കയറ്. സാർ എന്താ സാർ ഈ പറയുന്നേ, കാറിൽ കയറി ചന്ദ്രികയെ. അതേപോലെ തന്നെ ലക്ഷ്മിയും പറയാണ്, മേഘ ഇതൊക്കെ കണ്ട് ഒരു ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ചന്ദ്രികയോട് കാറിൽ കയറാൻ പറയുന്നത്? പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, ഡ്രൈവർ നീ ചന്ദ്രികയുടെ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോട്, ഞങ്ങൾ കാറിലേക്ക് കയറി വന്നോളാം. സാർ ശരി സാർ. അപ്പോൾ ചന്ദ്രിക പറയാണ്, അയ്യോ വേണ്ട സാർ, എനിക്ക് AC കാറൊന്നും ശരിയാവില്ല സാർ, ഞാൻ സൈക്കിളിൽ തന്നെ വന്നോളാം സാർ. ചന്ദ്രികയെ വെയിൽ വളരെ കൂടുതലാണ്, നീ വന്ന് കാറിൽ കയറിയിരിക്കുക. ഇതൊക്കെ ഒരു വെയിലാണോ സാർ? ഇതിലും വലിയ വെയിലിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാറിൽ പോയിക്കോളൂ സാർ, ഞാൻ എൻ്റെ സൈക്കിളിൽ വന്നോളാം. കാറില്ല വന്നേ. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, എന്താ ലക്ഷ്മി നീ നോക്കി നിൽക്കുന്നത്, നീ പറയേ. ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നേട്ടാ. അയ്യോ അമ്മേ, വാ വന്ന് കാറിൽ കയറ്. ചന്ദ്രികയെ വാ വന്ന് വണ്ടിയിൽ കയറ്. ചന്ദ്രികയെ കയറ്, മഹേന്ദ്രൻ സാറും പറയാണ്. എന്താ ചന്ദ്രിക നീ കളിക്കുന്നേ? അപ്പോൾ വീണ്ടും ചന്ദ്രിക പറയും, വേണ്ട സാർ, ഞാൻ സൈക്കിളിൽ പോയിക്കോളാം, വേണ്ട നീ കാറിൽ കയറ്. സാർ ഡ്രൈവർ ഈ സൈക്കിൾ എടുത്തിട്ട് പോയിക്കോ, ഞങ്ങൾ കാറിൽ വന്നോളാം. അപ്പോൾ ലക്ഷ്മി പറയാണ്, മേഘ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കുക. മേഘ ദേഷ്യത്തോടെ നീങ്ങിയിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി പോവുകയാണ്. മേഘയ്ക്ക് മാത്രമാണ് ഒരു വല്ലാത്തൊരു ദേഷ്യത്തോടെ പോകുന്നത്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏട്ടാ ആ ടിഷ്യൂ ഇങ്ങെടുത്തേ. അവരുടെ നെറ്റിയിലൊക്കെ വേർപ്പുണ്ടായിരുന്നു. ചന്ദ്രികയുടെ വേർപ്പ് തുടച്ചു കൊടുക്കുകയാണ് ടിഷ്യൂ എടുത്തിട്ട്. അപ്പോൾ ചന്ദ്രിക പറയണം, ഏയ് വേണ്ടമ്മേ, ഞാൻ എൻ്റെ സാരിയിൽ തുടച്ചോടാം എന്ന് പറഞ്ഞ് മാറുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മളെ മേഘയ്ക്ക് പിടിക്കുന്നില്ല. ലക്ഷ്മി പിന്നെ ആ ടിഷ്യൂ എടുത്തിട്ട് നേരെ മലരിനെ അവരുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് മലരിനെ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് വേർപ്പൊക്കെ. മലർ സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ്. ചന്ദ്രികയെ AC പുറകിലേക്ക് കിട്ടുന്നുണ്ടോ? നന്നായിട്ട് കിട്ടുന്നുണ്ട് സാർ, ഇപ്പം നല്ലോണം തണുപ്പുണ്ട്. പുറത്ത് ഇത്രയും വലിയ വെയിലുള്ളപ്പോൾ അകത്ത് എന്തൊരു തണുപ്പാ. അതേ മുത്തശ്ശ, കാറിൻ്റെ ഉള്ളിൽ നല്ല ചില്ലായിട്ടുണ്ട്. അങ്ങനെയാണോ? പിന്നെ ചന്ദ്രിക പറയാണ്, ഇങ്ങനെ AC കാറിലൊക്കെ പോയി ശീലിച്ചാൽ പിന്നെ വെയിലത്തിറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, അതുകൊണ്ടാണ് ഞാൻ കാറിൽ കയറാൻ മടിച്ചത്. നീ ഗ്രാമത്തിലെ പെൺകുട്ടി തന്നെയാ. വീടെത്തിയപ്പോൾ ദേഷ്യത്തോടെ കയറി പോവാണ് മേഘ. അപ്പോൾ ലക്ഷ്മി അമ്മ വാ ചന്ദ്രിക ഇറങ്ങി എന്ന് പറഞ്ഞ് നല്ല സമാധാനത്തോടുകൂടി ഇറങ്ങി വരികയാണ്. എന്നാൽ ശരി, ഞങ്ങൾ പിന്നെ വരാം സാർ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണേ. ശരി മോളെ, ബായ് മുത്തശ്ശി, ബായ് മുത്തശ്ശ എന്ന് പറഞ്ഞ് മലരും സന്തോഷത്തോടുകൂടി പോവാണ്. വാ ലക്ഷ്മി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സിറ്റ് ഔട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം മേഘ ഫസ്റ്റ് തന്നെ വന്നിട്ട് ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണല്ലോ. അല്ല അച്ഛാ, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുക, ചന്ദ്രികയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും താല്പര്യം കാണിക്കണ്ടല്ലോ, അതെന്തുകൊണ്ടാ? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ അച്ഛാ? അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാതായി, അതായത് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും വല്ലാതായി. അപ്പോൾ മേഘ വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, കാര്യം അവർ ഒരു ഗ്രാമത്തിൽ വന്ന് നിന്ന് ജോലി ചെയ്യുന്നവരാ. അവൾ ബേസിക്കലായി ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ സൈക്കിളിൽ പോകുന്നത് സാധാരണ കാര്യം. പക്ഷേ അതൊരു വലിയ കാര്യമായിട്ട് കണ്ട് നിങ്ങൾ അവളെ കാറിൽ കയറ്റി കൊണ്ടുവരികയായിരുന്നു. ജോലിക്കാരിയെ കാറിൽ കയറ്റി ഇരുത്തിയിട്ട് അച്ഛൻ കാറ് ഓടിച്ചു കൊണ്ടുവരുന്നു.
ഒക്കെ കാണുമ്പോൾ വല്ലാത്ത കോമഡി ആയിട്ട് തോന്നുക. ചന്ദ്രിക അതിന് മാത്രം എന്താ ചെയ്തത്? എന്തിനാ നിങ്ങൾ അവളെ ഇങ്ങനെ തലയിലെടുത്ത് വെച്ച് നടക്കുന്നത്? എന്താ അച്ഛാ, അച്ഛൻ ചന്ദ്രികയോട് കാണിക്കുന്നത് പോലത്തെയുള്ള സ്നേഹവും അടുപ്പവും ഒരിക്കലും എന്നോട് കാണിക്കാറില്ലല്ലോ. എന്താ അച്ഛാ? അപ്പോൾ ലക്ഷ്മി പറയാണ്, മേഘ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? ഈ കമ്പനികൾ എല്ലാം നിന്റെ പേരിലാണുള്ളത്. വാങ്ങിയിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും നിന്റെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ നീ ഇങ്ങനെയാണോ പറയുന്നേ? നിനക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു, നീ അദ്ദേഹത്തിന് വേണ്ടി എന്താ ചെയ്തത്? നീ ഒന്നും ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് കമ്പനിയുടെ പേരെങ്കിലും നശിപ്പിക്കാതിരുന്നൂടെ? അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ. നിന്നെ വിശ്വസിച്ച് കമ്പനി ഏൽപ്പിച്ചപ്പോൾ നീ അത് നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. ലക്ഷ്മി, അവൾ എന്തെങ്കിലും പറയട്ടെ, അവൾക്കറിയാവുന്നത് അത്രയേ ഉള്ളൂ. ബിസിനസ് എന്ന് വെച്ചാൽ നഷ്ടവും ലാഭവും ഒക്കെ ഉണ്ടാവും. തെറ്റ് ചെയ്യാതെ ഒന്നും പഠിക്കാനാവില്ല. ഇന്ന് ലോസ് ഉണ്ടായാൽ നാളെ പ്രോഫിറ്റ് ഉണ്ടാവും. ഞാൻ നഷ്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ കമ്പനിയിൽ നിന്നും ഒഴിവാക്കണോ? എന്തോ അറിയാതെ ഒരു തെറ്റായ ഡിസിഷൻ എടുത്തു. വെച്ച് എല്ലാ ഉത്തരവാദിത്വം അങ്ങ് സിദ്ധുവിനെ ഏൽപ്പിക്കുകയാണോ വേണ്ടത്? പിന്നെ ഇങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഞാനെങ്ങനെയാണ് എല്ലാം പഠിക്കാൻ പോകുന്നത്? ഇപ്പോൾ ചന്ദ്രികയും കമ്പനിയിൽ ജോലിക്ക് ചേർത്തിരിക്കുക. പക്ഷേ എന്തിനാ എല്ലാ കാര്യത്തിലും അവളെ ഇൻവോൾവ് ചെയ്യിക്കുന്നത്? ചന്ദ്രിക ആരാ? ജസ്റ്റ് ഒരു ജോലിക്കാരി. ജോലിക്കാരിയെ ജോലിക്കാരിയായി ട്രീറ്റ് ചെയ്യണം, അല്ലാതെ അവളെ മുതലാളിയായിട്ട് കാണരുത്. അദ്ദേഹം എണീക്കുകയാണ് മഹേന്ദ്രൻ സാറ്. എന്നിട്ട് പറയാണ്, മേഘ, ഇനി ഒരിക്കൽ കൂടി നീ ജോലിക്കാരി എന്ന് പറഞ്ഞാൽ അത്ര തന്നെ പറഞ്ഞേക്കാം. മേഘ ചോദിക്കാണ്, എന്തിനാച്ചാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ജോലിക്കാരിയെ ജോലിക്കാരി എന്നല്ലേ പറയാൻ പറ്റൂ? ഷട്ടപ്പ്. ചന്ദ്രിക ജോലിക്കാരിയല്ല. ഓ, വായിന്ന് പറഞ്ഞു പോകും എന്നുള്ള ഒരു ധാരണയിൽ ലക്ഷ്മി പറയാണ്, ഏട്ടാ എന്താ ഏട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കുറച്ച് സമാധാനമായിട്ടിരിക്കെ. അതിനെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ മേഘ. ഞാൻ കമ്പനിയിലെ ലേണേഴ്സിനെയും ജനറൽ മാനേജറെയും ഒരുപോലെയേ കാണൂ. ചെയ്യുന്ന ജോലിയിലെ വ്യത്യാസമുള്ളൂ, അല്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണ്. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നയാളല്ല, ഞാൻ മനുഷ്യരെ ബഹുമാനിക്കുന്ന ഒരാളാ. അച്ഛനിപ്പോൾ ഒരുപാട് മാറിപ്പോയി. പണ്ടൊന്നും എന്നോടിങ്ങനെ എതിർത്ത് സംസാരിക്കില്ലായിരുന്നു. മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഏതോ ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ എന്നോടിങ്ങനെ പെരുമാറുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അതും പറഞ്ഞ് ദേഷ്യത്തോടെ മേഘ പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ് മഹേന്ദ്രൻ സാറിനോട്, എന്താ ഏട്ടാ ഇത്? മേഘ ആദ്യമായിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചന്ദ്രികയെ ജോലിക്കാരി എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഏട്ടൻ ഇങ്ങനെ പെരുമാറിയാൽ മേഘയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും സംശയം തോന്നും. ദയവ് ചെയ്ത് ഏട്ടൻ സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കുക. ഇനിമേലിൽ ഒരു കാരണത്താലും ഏട്ടൻ മേഘയെ വഴക്ക് പറയരുത്. അവളുടെ മനസ്സ് തകർന്നു പോകും. ഇങ്ങനെ പറഞ്ഞ അവളെ ഈ ഗതിയിൽ ആക്കിയത്. അങ്ങനെ പറഞ്ഞ് മഹേന്ദ്രൻ സാറും അവിടെ നിന്ന് പോയി വിഷമത്തോടെ. പിന്നെ കാണിക്കുന്നത് സിദ്ധു ഓഫീസിൽ വന്നിരിക്കുകയാണ്, എന്തൊക്കെയോ എഴുതുകയാണ്. അവിടെ തന്നെ മനീഷും വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. ചെക്ക് ലീഫാണ് എഴുതി കൊടുത്തത്. അപ്പോൾ മനീഷ് ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചതുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് എഴുതി എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല സിദ്ധു. എന്തിനാണ് നീ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്? തന്ന ഈ പണം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനത് സഹായിക്കും. അതുപോലെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, പറയടാ. എന്നെ പഠിച്ചു വരുന്ന കുട്ടികളെ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? ഉറപ്പായും ഞാൻ ശ്രമിക്കാം. റിക നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് നിന്റെ കമ്പനിയിൽ നീ ജോലി കൊടുക്കണം. ഷുവറടാ. ശരി എന്നാൽ ഞാൻ ഇറങ്ങുന്നേ. എടാ ബൈ, കാണാം. പക്ഷെ അത് മനീഷ് ആയിരുന്നില്ലേ? രാജീവാണ്, അതായത് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ. സിദ്ധുവിനെ കണ്ടപ്പോൾ നമ്മളെ അനു ഓടി വരികയാണ്. സിദ്ധു സിദ്ധു അനു എന്തിനെങ്ങനെ ഓടുന്നേ? നിങ്ങൾ പറഞ്ഞതൊക്കെ ചന്ദ്രിക എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അതെ, ഞാനല്ലേ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത്. അപ്പം മറുപടി എന്നോട് തന്നെ പറയായിരുന്നില്ലേ? ഞാൻ ചന്ദ്രികയോട് പറഞ്ഞത്. ചന്ദ്രിക നിന്റെ ഫ്രണ്ടല്ലേ, അവളാകുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ നിന്നോട് പറഞ്ഞു തരും. ഇനിയെങ്കിൽ നീ അത് കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കുമല്ലോ. എനിക്കെന്തോ നിങ്ങളുടെ തീരുമാനം മാറ്റാമെന്ന് തോന്നുന്നു. ഓക്കെ അനു, എനിക്കിതിൽ തീരുമാനം മാറ്റാൻ ഒന്നുമില്ല. എനിക്ക് തൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ തൻ്റെ മനസ്സിനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് സിദ്ധു വണ്ടിയിലേക്ക് കയറാൻ പോവാണ്.
സിദ്ധു ഒരു മിനിറ്റ്. എൻ്റെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. അതിൻ്റെ കാരണം എനിക്കറിയണം. സിദ്ധു കുഴപ്പത്തിലായി. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളത് പറഞ്ഞാലേ ഞാൻ പോവും. എങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളെ ഞാൻ പ്രപ്പോസ് ചെയ്യും. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ദേ നോക്ക്, ഞാൻ വേറൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. എന്താ, വേറൊരാളെ സ്നേഹിക്കുന്നെന്നോ? ആരെയാ സ്നേഹിക്കുന്നത്? അതൊന്നും ഇപ്പോൾ തന്നോട് പറയാൻ പറ്റില്ല. ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയണമെന്നേ ഞാൻ പറയൂ. വീണ്ടും കാറിൻ്റെ ഡോർ തിരിച്ച് അടച്ച് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവൾ വീണ്ടും പറയാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യവും ചന്ദ്രികയോട് പറഞ്ഞിട്ടുണ്ട്. സിദ്ധു അറിയാം. എങ്കിൽ നീ അവളോട് ചോദിച്ച് മനസ്സിലാക്ക്. എന്താ, ചന്ദ്രികയോട് പറഞ്ഞിട്ടുണ്ടെന്നോ? ആ അതെ ഉണ്ട് എന്ന് പറഞ്ഞ് സിദ്ധു വണ്ടിയിൽ കയറിയിരുന്നു. ചന്ദ്രിക അതേക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചന്ദ്രിക കാര്യമായിട്ട് എന്തോ എഴുതുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് വന്നിട്ട് അനു ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ആ എഴുതുന്ന പുസ്തകമൊക്കെ വാങ്ങിച്ചു വെക്കുകയാണ്. എന്താ അനു നീ കാണിക്കുന്നത്? എന്തിനാ ചന്ദ്രികയെ എന്നോട് ഒളിച്ചത്? ഞാനെന്ത് ഒളിച്ചു എന്നാണ് നീ പറയുന്നത്? സിദ്ധു ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. നീ അത് എന്നോട് പറഞ്ഞതേയില്ല. ചന്ദ്രിക കുഴപ്പത്തിലായി. അപ്പോൾ വീണ്ടും അനു പറയാണ്, ചന്ദ്രിക, സിദ്ധു ആരെയാണ് സ്നേഹിക്കുന്നത് എന്നോട് പറയ്. ചന്ദ്രിക പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധു സാർ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഞാൻ അനുവിനോട് എങ്ങനെയാ പറയുക? അനു ചോദിക്കുകയാണ്, ചന്ദ്രികയെ, സിദ്ധു ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയേ, എങ്കിൽ ഞാൻ ഈ നോട്ട് തരില്ല. എന്താ അനു നീ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നോട്ടിങ് തന്നെ. എന്നാ നീ പറയ്. ഇപ്പം നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും സിദ്ധുവിനെ പ്രപ്പോസ് ചെയ്യും. അദ്ദേഹം വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെയും എന്തിനാ നീ അയാളെ ശല്യം ചെയ്യുന്നത്? അദ്ദേഹം ആരെയാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞാലല്ലേ അതിൽ സത്യമുണ്ടെന്ന് അറിയൂ. എന്നെ വെറുതെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാവാനും സാധ്യതയില്ലേ? അദ്ദേഹം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. സത്യമായും അദ്ദേഹം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. പറയ്, ആ പെൺകുട്ടി ആരാ? അതെന്തിനാ എന്നോട് ഒളിച്ചു വെക്കുന്നേ? ഇത് എങ്ങനെയാ പറയേണ്ടത് എന്നെനിക്കറിയില്ല. അപ്പോൾ അനു പറയാണ്, സിദ്ധു തന്നെ അതിന് പറഞ്ഞിട്ടുണ്ടല്ലോ. സിദ്ധു അത് പറയാനുള്ള അവസരം തന്നു. അപ്പോൾ നിനക്ക് പറഞ്ഞാൽ എന്താ? പെൺകുട്ടി ആരാ? നീ പറയണ്ട, ഞാൻ നാളെ സിദ്ധുവിനോട് തന്നെ ചോദിച്ചോളാം. വേണ്ട വേണ്ട അനു. എന്നാ പറയ് ചന്ദ്രികയെ, അദ്ദേഹം ആരെയാണ് സ്നേഹിക്കുന്നത്? അദ്ദേഹം 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 എന്നെയാണ് സ്നേഹിക്കുന്നത്. എന്താ, സിദ്ധു നിന്നെ സ്നേഹിക്കുന്നെന്നോ? ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ സിദ്ധു തമാശ പറഞ്ഞതാണോ? തമാശയല്ല അനു, അദ്ദേഹം എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇങ്ങനെ കള്ളം പറയാൻ സിദ്ധു ആണോ നിന്നോട് പറഞ്ഞത്? പറയുന്നത് സത്യമാനു, അദ്ദേഹം എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അദ്ദേഹം നിന്നെ പ്രപ്പോസ് ചെയ്തിരുന്നോ? അതെ. ഓ, അതെന്തിനാ ഇപ്പോൾ അറിയുന്നേ? കേൾക്കാനു, നീ ഇപ്പം അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തല തന്നെ പൊട്ടിത്തെറിക്കും. ഒന്ന് പറയേ. ഒരു വലിയ കഥയാ. എല്ലാ കാര്യവും ചുരുക്കി പറയാണ്. പഴയ കാര്യങ്ങളൊക്കെ അനുവിനോട് പറയാണ് ചന്ദ്രിക. ഖയുടെ കൂടെ കല്യാണം നടത്താൻ ഇരുന്നതും അതിൻ്റെ ശേഷം അവൻ ഒഴിവാകാൻ വേണ്ടി പല കാര്യങ്ങളും ശ്രമിച്ചതും ചെയ്തതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് കല്യാണത്തിന് കൊണ്ടുപോയതും ചന്ദ്രികയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ അവനോട് പറയുന്നതും ഒക്കെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചുരുക്കി പറയാണ്. അങ്ങനെയെല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അനു വല്ലാത്ത വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ്. എന്താടി, ഇത്രയൊക്കെ നടന്നിട്ടും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ? പഠിക്കാൻ വന്നിടത്ത് പഠിക്കുകയല്ലേ വേണ്ടത്? ഒക്കെ എന്തിനാ പറയുന്നത് എന്ന് കരുതിയിട്ടാ അനുവിനോട് ചന്ദ്രിക പറയാണ്. പഠിക്കാൻ വന്നാൽ ഞങ്ങൾ പഠിക്കുകയല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാതിരുന്നത്. അപ്പോൾ അനു പറയാണ്, സിദ്ധുവിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. പക്ഷേ നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമേ ഉള്ളൂ ചന്ദ്രികയെ. വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സിദ്ധു നിന്നെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. സിദ്ധുവിനെ നീ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അദ്ദേഹത്തെ നീ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണം. ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കില്ലെന്ന് ആരും പറയില്ല. സിദ്ധാർത്ഥിനെ പോലെയുള്ളൊരു നല്ലൊരു മനുഷ്യൻ്റെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ സ്നേഹം ഞാൻ സ്വീകരിക്കാത്തത്. ചന്ദ്രിക പറയുന്ന കാര്യങ്ങളൊക്കെ വിഷമത്തോടെ കേട്ട് നിൽക്കുകയാണ് അനു. പക്ഷേ ഇപ്പോൾ അനു കേട്ട് കഴിഞ്ഞപ്പോൾ അനുവിന് നല്ല സന്തോഷം തോന്നി. ചന്ദ്രികയ്ക്ക് എന്തുകൊണ്ടും സിദ്ധു നല്ല ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ വിവാഹം കഴിക്കണം അദ്ദേഹത്തെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. ചന്ദ്രിക ഒരു സ്വാമിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ആ സ്വാമി പറയാണ്, എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് നടക്കാൻ വേണ്ടിയിട്ട് അത്
എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെള്ളപ്പൂവും ഒരു റോസ് പൂവുമാണ്, മഞ്ഞപ്പൂവുമാണ്. അപ്പോൾ ആ പൂവ് കയ്യിൽ നിന്നും താഴേക്കിടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നൊരു സംഭവമാണത്. അപ്പോൾ ചന്ദ്രികയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാൻ, അതായത് സിദ്ധുവിനോട് ബഹുമാനാണോ, സിദ്ധുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ്. അപ്പോൾ വെള്ളപ്പൂ വീണ് കഴിഞ്ഞാൽ സിദ്ധുവിനെ അവൾ സ്നേഹിക്കുന്നുണ്ട് എന്നും, മറ്റേ മഞ്ഞ കളർ പൂ വീണ് കഴിഞ്ഞാൽ സിദ്ധുവിനെ ബഹുമാനിക്കുന്നു എന്നും ആണ് അർത്ഥം. അപ്പോൾ വെള്ളപ്പൂവാണ് കൂടുതൽ വീണിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ഞെട്ടുകയാണ്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സിദ്ധുവിനെ സ്നേഹിക്കുകയാണ് എന്നാണ് അവൾക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അടുത്ത ഭാഗം വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.